അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 9-ാം ഭാവാധിപതി 8-ൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ 9-ാം ഭാവാധിപതി 9-ൽ നിന്നാൽ കുടുംബ ജീവിത സൗഖ്യം, ഈശ്വരാർപ്പിത മനോഭാവം, കുടുംബ ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുക, എല്ലാവരോടും സ്നേഹത്തോട് കഴിയുക, കുടുംബ ബന്ധുജനങ്ങളിൽ വെച്ച് ഇവരേറ്റവും ഉന്നതത്തിലെത്തുവാനും സാധ്യത കാണുന്നു. സത്സന്താന ഭാഗ്യം, ദാനധർമ്മങ്ങളിൽ താല്പര്യം, ഭാഗ്യവർദ്ധന, ബന്ധുജന സൗഖ്യം, ഗുരുജനപ്രീതി, ഭാര്യാഭർത്തൃ ഐക്യം, സുഖതൃപ്തി ഇവ ഫലമാണ്. 9-ാം ഭാവാധിപതി 10-ൽ നിന്നാൽ മാതാപിതാക്കൾക്ക് ഇവരെന്നും ഗുണകാരികളായിരിക്കും, ധൈര്യശാലികളായിരിക്കും, മനോധൈര്യമുള്ളവരായിരിക്കും, കുടുംബത്തെ സംരക്ഷിക്കുന്നവർ, നല്ല മനസ്സിൻ്റെ ഉടമ, പിതാവിനോട് താല്പര്യക്കൂടുതൽ, സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ, ജോലി, സൽപ്രവർത്തനങ്ങൾ, വിദ്യ, പുരോഗതി, പ്രശസ്തി, ചിലർ ഗുരുക്കന്മാർ, പൂജാരിമാർ, പുരോഹിതന്മാർ ആയി ശോഭിക്കാറുമുണ്ട്. 9-ാം ഭാവാധിപതി 11-ൽ നിന്നാൽ ആയുസ്, ആരോഗ്യം, പ്രകൃതി, സൗന്ദര്യം, ആരോഗ്യപ്രകൃതിയൊക്കെ നല്ല ഇതായിരിക്കും. സൗന്ദര്യം, തൊഴിൽ, വിജയം, ഉയർന്ന സ്ഥാനമാനങ്ങൾക്കുള്ള ഭാഗ്യം, ധനനേട്ടം, സ്വത്ത് വർദ്ധിപ്പിക്കുക, പുതിയ വീട് പണിയുക, വീട് പുതുക്കി പണിയുക, വാഹനഭാഗ്യം, ഗവൺമെൻറ് സംബന്ധമായ ഗുണാനുഭവങ്ങൾ, ഭാര്യാഭർത്തൃ ഭോഗ സംതൃപ്തി, കുടുംബ ജീവിത വിജയം, സത്സന്താന ഭാഗ്യം, വിദ്യാവിജയം, ബുദ്ധി വർധനവ്. ചിലർ അസന്മാർഗികളാകാനും സാധ്യതയുണ്ട്, അതായത് കൈക്കൂലി, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരുമാകും. 9-ാം ഭാവാധിപതി 12-ൽ നിന്നാൽ കുടുംബ ജീവിത ക്ലേശമാണ്. ഭർത്തൃ അകൽച്ച, അകന്നു കഴിയാനുള്ള യോഗം അഥവാ വിദേശ ജോലിയാകാം. ഭോഗസുഖഹാനിയുണ്ട്, ധൂർത്ത്, ധനനാശം, ഭാഗ്യഹാനി ഉണ്ടാകുക. ശുഭഗ്രഹമാണെങ്കിൽ ആരോഗ്യം, ശരീര സൗന്ദര്യം, ആകർഷത, മാതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, വിദേശയാത്ര, വിദേശവാസം, ജോലി, ധനനേട്ടം, പ്രശസ്തി, വിദ്യാ, പുരോഗതി ഇവ ഫലം. അപ്പോൾ ഇതാണ് 9-ാം ഭാവാധിപതി 12 ഭാഗങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.